ഇമ്പോർട്ടൻറ്റ് തിയറമാണ് പറയുന്നത്. അതായത് ലഗ്രാഞ്ചേസ് തിയറം. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു തിയറമാണ്. സോ ഈ തിയറം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഓർഡർ ഓഫ് ഈച്ച് സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് എ ഡിവൈസർ ഓഫ് ദ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു, അതേപോലെ സബ് ഗ്രൂപ്പിനെ പറ്റിയും പഠിച്ചു, രണ്ട് കാര്യത്തെ പറ്റിയും പഠിച്ചു. അന്നേരം നമ്മളിവിടെ ഈ ലഗ്രാഞ്ചെ തിയറം പറയുന്നത്, ഈ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഗ്രൂപ്പ് എത്രയോ എലമെൻറ്റ്സ് ഉള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പുണ്ട്. ഈ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ദ ഓർഡർ ഓഫ് ഈച്ച് സബ് ഗ്രൂപ്പ്, ഓരോ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് ദ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും. ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഈസ് എ ഡിവൈസർ ഓഫ് ദ ഗ്രൂപ്പ്. നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഡിവൈസർ ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ലെറ്റ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി ആണെന്ന് വിചാരിക്കും. ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച്, സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ആണെന്ന് വിചാരിക്കുക. ഓർഡർ ഓഫ് ജിയും ഓർഡർ ഓഫ് എച്ചും. സോ ദിസ് ഈസ് വാട്ട് ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ്. സോ അന്നേരം നമ്മൾ ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ്, ഓർഡർ ഓഫ് ദ ജിയുടെ എന്താണ് ഡിവൈസറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇതല്ലേ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓർഡർ ഓഫ് എച്ച് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിച്ചോ. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 4 ആണ്. എപ്പോഴും ഗ്രേറ്റർ ചെയ്തേ വരത്തുള്ളൂ, ഗ്രൂപ്പിലേ വരത്തുള്ളൂ. ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? എച്ച് എന്ന് പറയുന്നത്. അപ്പം ഓർഡർ ഓഫ് എച്ചിലുള്ള എലമെൻറ്റ്സ് 2ഉം ഓർഡർ ഓഫ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഉള്ള 4ഉം. സോ 2 ഡിവൈഡ്സ് 4, അല്ലെങ്കിൽ നമുക്ക് എന്താണ്? 2 ഈസ് എ ഡിവൈസർ ഓഫ് 4. 2വിന് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, അല്ലേ? 2/4 എന്നല്ല അതിൻ്റെ അർത്ഥം, 2 ഡിവൈഡ്സ് 4 എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് 2വിന് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയല്ലേ? നമ്മൾ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. സോ അതിൻ്റെ അർത്ഥം 2 ക്യാൻ ബി എ ഡിവൈസർ ഓഫ് 4. അപ്പം നമ്മളൊരു കാര്യത്തിനെ, അന്നേരം ഒരു സംഭവത്തിനെ ഇപ്പം 2 ഈസ് എ ഡിവൈസർ ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 അല്ലേ? അതായത് 2വിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എനിക്ക് 4നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇപ്പം 2 4നെ ഡിവൈസറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റണം? 4നെ ഒരു 2വിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. സോ അതല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് 4 എന്ന് ഇപ്പം നമ്മളുടെ 4 എന്ന് പറയുന്നതിന് n എന്നെടുക്കുക, അതേപോലെ 2 എന്ന് പറയുന്നതിന് m എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം? n ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് n ആണ്, അതേപോലെ 2 എന്ന് പറയുന്നത് m ആണ്. സോ അന്നേരം n ഈസ് ഈക്വൽ ടു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം? കെ എന്ന് പറയുന്ന ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ഏത് നമ്പർ? 1 ആകാം, 2 ആകാം, 4, എന്ത് നമ്പർ വേണമെങ്കിലും ആകാം. കെ ഇൻറ്റു എം. എം എന്ന് പറയുന്നത് എന്താണ്? 2. അന്നേരം ഈ 4നെ എമ്മിൻ്റെ ഏതോ ഒരു മൾട്ടിപ്പിളായിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കി, 2 ഡിവൈഡ്സ് 3 എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കാരണം 3നെ എനിക്ക് 2വിൻ്റെ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2x1 എടുത്താൽ പറ്റില്ല, 2x2 എടുത്താൽ പറ്റില്ല, ഒന്നും വെച്ചിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് 2 ഈസ് എ ഡിവൈസർ ഓഫ് 3. സോ ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഒരു സംഭവത്തിന് ഡിവൈസർ എന്ന് പറയുമ്പോഴും അതിനെ നമുക്ക് ആ ഒരു എലമെൻറ്റിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലെറ്റ് ജി ബി എ. അന്നേരം ഇവിടെ എന്താണ്? ആദ്യം മറന്നുപോയി. ഇവിടെ എന്താണ്? ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ് എച്ച് ഈസ് എ ഡിവൈസർ ഓഫ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് വിചാരിക്കുക, ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എം ആണ്. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് എൻ ആണ്. ഓക്കെ, എന്താണ്? ഓർഡർ ഓഫ് ജി ഈസ് എൻ ആൻഡ് ഓർഡർ ഓഫ് എച്ച് ഈസ് എം. എം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 2വിൻ്റെ സ്ഥാനത്തും എൻ എന്ന് പറയുന്നത് 4ൻ്റെ സ്ഥാനത്തും. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം? ഈ എന്നിനെ കെ ഇൻറ്റു എം
അതായത് ഇങ്ങനെ ലാസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഓർഡർ ഓഫ് എച്ച് ഇസ് എ ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർഡർ ഓഫ് ജീൻ്റെ എലമെൻറ്റ്സ് എന്നും ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എമ്മും ആണെങ്കിൽ n = k × m എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ തിയറം പ്രൂവ് ആകും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഓർഡർ എം. ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞായിരുന്നു. ഓർഡർ എന്ന് പറയുന്നത് എം അല്ല, എം ആണ്. ഓക്കെ, ജി ബി എ ഗ്രൂപ്പ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ എൻ. എന്നും എമ്മോട് കൺഫ്യൂഷനായി. ദിസ് ഈസ് എൻ ആൻഡ് എച്ച് ഈസ് എം. ഓക്കെ, അന്നേരം ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ആണ്. ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് ലെറ്റ് ഓർഡർ ഓഫ് എച്ച് = എം. എച്ച് എന്ന് പറയുന്നത് ഒരു ജിൻ്റെ സബ് ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആ ഗ്രൂപ്പിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എം ആണ്. ഓക്കെ, ഇത്രയും വിചാരിക്കാം. അപ്പം നമ്മൾ അന്നേരം എച്ചിനകത്ത് കുറേ എലമെൻറ്റ്സ് ആണ്, ജിക്കകത്ത് കുറേ എലമെൻറ്റ്സ് ആണ്, എച്ചിനകത്തൊരു എലമെൻറ്റ്സ് ആണ്. അതിനെ ഇപ്പം H1 H2 അപ് ടു എത്ര എലമെൻറ്റ്സ് ഉണ്ട്, HM എലമെൻറ്റ്സ് ഉണ്ട്. M എലമെൻറ്റ്സ് വരെ ഉണ്ട്. സോ അന്നേരം H1 H2 അപ് ടു HM എലമെൻറ്റ്സ് വരെ ഉണ്ട്. അതാണ് ആ സബ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് എന്താണ്, ഇതിനകത്തുനിന്ന് ഇനി കോസെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പോവാം. കോസെറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആ കോസെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിക്കകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ എച്ചിനകത്ത് എലമെൻറ്റ്സ് പറഞ്ഞല്ലോ, H1 H2 അപ് ടു HM. ജിക്കകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ജിക്കകത്ത് എത്ര എലമെൻറ്റ്സ് കാണും, A1 A2. ജിന് എത്ര എലമെൻറ്റ്സ് ആണ്, n എലമെൻറ്റ്സ് വരെ കാണും. n എലമെൻറ്റ്സ് വരെ ജിക്കകത്ത് കാണും. അന്നേരം നമ്മൾ ഇതിനകത്തുനിന്ന് ഇനി കോസെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പോകാം. ഫസ്റ്റ് കോസെറ്റ് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ എടുത്തു, A1 എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുത്തു. കോസെറ്റ് ജനറേറ്റ് ഇപ്പോൾ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്താണ്, റൈറ്റ് ഓർ ലെഫ്റ്റ് ഏത് കോസെറ്റ് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന റൈറ്റ് കോസെറ്റാണ്. അന്നേരം റൈറ്റ് കോസെറ്റ് എടുത്തപ്പം HA1 എന്ന് പറയുന്ന ജീൻ്റെ എലമെൻ്റാണ് = അന്നേരം എച്ചിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, H1 H2 ഒക്കെ അല്ലായിരുന്നു. H1 A1, H1 A1, H2 A1, H3 A1 അപ് ടു എവിടെ വരെയുണ്ട് എലമെൻറ്റ്സ് എച്ചിൻ്റെ, HM A1 വരെ. HM വരെയല്ലേ ഉള്ളത്, H1 to HM വരെയല്ലേ ഉള്ളത്. അന്നേരം ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്കുള്ളത് HA1-നകത്ത് കിട്ടുന്നത്. ഇനി അതേപോലെ രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുക. രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, A2 എലമെൻറ്റ് ഓഫ് ജി. സോ അന്നേരം A2-നെ എടുക്കുമ്പോൾ എങ്ങനെ വരും, HA2 = H1 A2, H2 A2 അപ് ടു എവിടെ വരെ വരും, HM A2. HM എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്. സോ അന്നേരം നമ്മൾ കോസെറ്റ് പഠിച്ചപ്പോൾ ഒരു റൂള് പഠിച്ചായിരുന്നു. അന്നേരം ഓക്കെ, ഞാൻ അതിന് മുന്നേ എന്നിട്ട് നമുക്കിവിടെ എത്ര കോസെറ്റ് വരെ ജനറേറ്റ് ചെയ്യാം, ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്, A1 തൊട്ട് AN എലമെൻറ്റ്സ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ A1-നെ എടുക്കാം, A2-നെ എടുക്കാം, എവിടെ വരെ എനിക്ക് എടുക്കാം, AN വരെ എനിക്ക് എടുക്കാൻ പറ്റും, n എലമെൻറ്റ്സിനെ വരെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എത്ര കോസെറ്റിനെ വരെ ജനറേറ്റ് ചെയ്യാം, n കോസെറ്റിനെ വരെ ജനറേറ്റ് ചെയ്യാം. പക്ഷേ കോസെറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ, നമുക്ക് ഒത്തിരി എലമെൻറ്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയുള്ള എലമെൻറ്റ്സിനെ മാത്രമാണ് ചൂസ് ചെയ്തത്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലേ. ഇപ്പം നമ്മൾ ഇതിനകത്ത് കോസെറ്റ് പഠിച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ, ഇപ്പം H+1 H+2 H+3 ഇങ്ങനെയൊക്കെ പഠിച്ചില്ലായിരുന്നോ. ഇതിനകത്ത് ചിലപ്പം H+2 എന്ന് പറയുന്നത് H തന്നെയായിരിക്കും കിട്ടുന്നത്, H+3 എന്ന് പറയുന്നത് വീണ്ടും H+1 തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും വാല്യൂസിനെ മിക്കവാറും കിട്ടുന്നത്. സോ അപ്പം നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെ എടുക്കാതെ ഇതിനകത്തുനിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ H-ഉം H+1-ഉം ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാത്തിനും റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആകെ H-നെയും H+1-നെയും മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു n എലമെൻറ്റ്സിൽ n കോസെറ്റിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന, ഒറ്റയ്ക്ക് മാത്രം നിൽക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സിനെ മാത്രം ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, H+2 എന്ന് പറയുന്ന H തന്നെ കിട്ടുന്നു, H+3 H+1 കിട്ടുന്നു, H+4 എടുത്താൽ വീണ്ടും H തന്നെ കിട്ടുന്നു, H+5 എടുത്ത് H+1 കിട്ടുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ H+1-ഉം H മാത്രം എടുക്കുന്നു. ഇത് റിപ്പീറ്റഡ് ആയതുകൊണ്ട് അപ്പോൾ n കോസെറ്റിൽ നിന്ന് 2 എണ്ണത്തിനെ മാത്രമേ ചൂസ് ചെയ്യുന്നു. ഇവിടെ ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിനെ ഞാൻ K വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ്,
കെ കോസെറ്റ്. എന്നിൽ നിന്ന് ഞാൻ ആകെ എടുക്കാൻ പോകുന്നത് കെ കോസെറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം കെ എന്ന് പറയുന്നത് എത്ര വാല്യൂസ് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കും? HA1 HA2 വീണ്ടും HA3 എടുക്കാം. എവിടെ വരെ എനിക്ക് എടുക്കാൻ പറ്റും? അതായത് HAK, അതായത് HAK എലമെൻറ്റ്സ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, ആദ്യം എച്ചും H+1 എടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ അന്നേരം ഈ കെൻ്റെ വാല്യൂ പോലെ ഇരിക്കും. ചിലപ്പോൾ H എടുക്കാം, H+1 എടുക്കാം, H+3 എടുക്കാം, H+2 എടുക്കാം, H+3 എടുക്കാം. എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും എനിക്ക് എടുക്കാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നതനുസരിച്ച്. അപ്പം HA1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെ വരെ എടുക്കാൻ പറ്റും? കെൻ്റെ വാല്യൂ അനുസരിച്ച് HAK ഈസ് ഈക്വൽ ടു, അപ്പോൾ HAK എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് 3 ഇപ്പോൾ 4 ആയിരുന്നെങ്കിൽ HA4 ഈസ് ഈക്വൽ ടു H1A4 അപ് ടു HMA4 ഇവിടെ വരെ എടുക്കാം. കെൻ്റെ വാല്യൂ 4 ആണെങ്കിൽ. ഓക്കെ, കെൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത്ര എടുക്കാം. അന്നേരം ഇതുവരെയാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇത്രയും കിട്ടിയല്ലോ, കെ ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോസെറ്റിനകത്ത് പഠിച്ച കാര്യം എന്തുമായിരുന്നു? ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ കിട്ടുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോസെറ്റുകളുടെ യൂണിയനാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇപ്പം എച്ചും H+1 എനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ടോട്ടൽ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് H യൂണിയൻ H+1 ആയിരിക്കും. ആ കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഇവിടെ നമുക്ക് ഇപ്പം ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ HA1 എടുത്തു, HA2 എടുത്തു, എവിടെ വരെ എനിക്ക് എടുക്കാൻ പറ്റും? HAK വരെ എടുക്കാൻ പറ്റുമല്ലോ, K എലമെൻറ്റ്സ് വരെ എനിക്ക് എടുക്കാൻ പറ്റും. സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് HA1 യൂണിയൻ HA2 യൂണിയൻ അപ് ടു HAK. ഇതിനകത്ത് ഇതായിരിക്കും ടോട്ടൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് G ഈസ് ഈക്വൽ ടു, അന്നേരം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G, നോക്കിയേ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA1 പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA2 പ്ലസ് എത്ര എവിടെ വരെയുണ്ട്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HAK. മനസ്സിലായോ? അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA1 പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA2 അപ് ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HAK. അവിടെ വരെ എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അതുകൂടെ എഴുതി വെക്കുക. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതിപ്പോയാൽ മതി. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA1 പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA2 അപ് ടു HAK എഴുതി. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G എന്ന് പറയുന്നതിന് നമുക്ക് ഫോർ എക്സാമ്പിൾ എന്താണ്? ഓർഡർ ഓഫ് G എന്നല്ല അതിൻ്റെ അർത്ഥം, അതവിടെ എഴുതിയേക്കുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓർഡർ ഓഫ് G എന്നാണ്. ഓക്കെ, ഓർഡർ ഓഫ് G എന്നെടുക്കാം. ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ HA1. HA1 എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു? ഇവിടെ നോക്കിയേ, HA1 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? M എലമെൻറ്റ്സ് ഉണ്ട്. HA2 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? M എലമെൻറ്റ്സ് ഉണ്ട്. HA3 എടുത്ത് M എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, HAK എടുക്കുമ്പം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? M എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഓർഡർ ഓഫ് G ഈസ് ഈക്വൽ ടു HA1 M, HA2 M അപ് ടു HAK എന്ന് പറയുമ്പോൾ അതിനും M എലമെൻറ്റ്സ്. സോ ഇത് എത്ര പ്രാവശ്യം M റിപ്പീറ്റായി? K ടൈംസ് M ആഡ് ചെയ്തില്ലേ? അതായത് എത്ര K, ഇപ്പം 3 പ്രാവശ്യം, Kൻ്റെ വാല്യൂ 3 ആയിരുന്നെങ്കിൽ HA3 വെച്ച് നിന്നേനെ. അപ്പോൾ എത്ര പ്രാവശ്യം M വന്നു? K ടൈംസ് 3 വാല്യൂ എങ്കിൽ 3 പ്രാവശ്യം വന്നില്ലേ? അപ്പോൾ M+M+ അപ് ടു M. അപ്പോൾ എത്ര പ്രാവശ്യം വന്നു? K ടൈംസ് വന്നു. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? K ഇൻറ്റു M എന്ന് എഴുതരുതോ? ഓക്കെ, K ഇൻറ്റു M. ഇനി ഓർഡർ ഓഫ് G, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ G എത്രയായിരുന്നു? N. സോ N ഈസ് ഈക്വൽ ടു KM. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എനിക്ക് N ഈസ് ഈക്വൽ ടു KM എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ദാറ്റ് എന്താണ്? ദിസ് M ഈസ് എ ഡിവൈസർ ഓഫ് N. M എന്ന് പറയുന്നത് Nനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് എനിക്ക് N ഈസ് ഈക്വൽ ടു KM എന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അന്നേരം
എൻ ഈസ് ഈക്വൽ ടു കെ എം കിട്ടി. അന്നേരം കെ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എൻ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, അതായത് ഇതെന്ന് പറയുമ്പോൾ എൻ ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതിയിരിക്കുന്നത് എൻ ക്യാൻ ബി ഡിവൈഡഡ് ബൈ എം. അതായത് എം ഈസ് എ ഡിവൈസർ ഓഫ് എൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം എം ഈസ് എ ഡിവൈസർ ഓഫ് എൻ എന്ന് പറയുമ്പോൾ എന്താണ്? എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഡർ ഓഫ് എച്ച്, എൻ ഈസ് ഓർഡർ ഓഫ് ജി, സോ ഓർഡർ ഓഫ് എച്ച് ഈസ് എ ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി. ഇതാണ് ലഗ്രാഞ്ച് തിയറത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് വേണം ഇൻക്ലൂഡ് ചെയ്യാം. ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി ആണെന്നും എച്ച് എ വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എച്ച് എ വൺ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എച്ച് എ ടു, എന്നിട്ട് ഈസ് ഈക്വൽ ടു ഇതെല്ലാം എത്ര? എം പ്ലസ് എം പ്ലസ് എം എം പ്ലസ് എം ആണ്. അത് കെ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു കെ എം എന്ന് എഴുതാം. ഇത് ഇടയ്ക്ക് ആ സ്റ്റെപ്പ് മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എഴുതണമെന്ന് മീൻസ് ഒരു മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഇത് അതുകൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഓക്കെ, അന്നേരം ഇതാണ് ലഗ്രാഞ്ച് തിയറം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും എല്ലാ പേപ്പറിലും ഇത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിക്കുക, എഴുതി കാണിക്കുക.